ഡിസൈനർ രംഗത്തേക്ക് കാലെടുത്തു വെച്ച എന്റെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്ത് പ്രാന്താണാവോലെ. അപ്പൊ ഇന്നത്തെ പരിപാടി നമുക്ക് വെഡിങ് വെയിൽ ക്രിയേറ്റ് ചെയ്യണതാണ്. ഞാൻ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ഗൗണിന് ഷോൾ വരുന്നില്ല, അത് നമ്മൾ തന്നെ ചെയ്യാനാണ് പ്ലാൻ. എന്തായി തീരുന്നുള്ളത് പഠിച്ചവന് മാത്രമേ അറിയുള്ളൂ. ഈ ഒരു ടൈപ്പ് വെഡിങ് വെയിൽ ക്രിയേറ്റ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ നമ്മൾ ചെയ്തു വരുമ്പോൾ അത് വെള്ളാട്ടപ്പോക്കരാവും. നോക്കി തോറ്റു കൊടുക്ക മാട്ടേ എന്ന ഉറച്ച വിശ്വാസത്തിൽ ഞാനും ബിയെ ഞങ്ങളെ പണി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ഞങ്ങൾ വിചാരിച്ചത് സിംഗിൾ ലെയർ ഇതേപോലെ ചെയ്യാന്നാണ്. കാണുന്ന ആളെ നിങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ടുപരിചയമുണ്ടോ? നോക്കേണ്ട ഉണ്ണി, അത് ഞാൻ തന്നെ. എനിക്കെന്താ ഇവിടെ കാര്യം എന്ന് ചോദിച്ചാല് കാര്യമുണ്ട്. ഇതൊരു സിംഗിൾ ലെയർ വെയിലാണ്. എസ്പെഷ്യലി എടുത്ത് പറയേണ്ട കാര്യം, ഇത് ഞാൻ തന്നെ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തതാണ്. നല്ല ബഡായി ഉണ്ടല്ലേ, അതൊക്കെ ഉണ്ടാവും. അപ്പൊ ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എൻ്റെ ഡ്രസ്സ്? ഈ ഗൗണ് സെറ്റായ ധൈര്യത്തിലാണ് ഞാൻ ഈ വെഡ്ഡിങ് വെയിൽ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് ഏറ്റെടുത്തത്. എൻ്റെ കയ്യിൽ നിന്ന് പോയാൽ ഈ പരിപാടി തന്നെ ഫുള്ളി കൊളാവും. അപ്പോൾ ബിയ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു, ദൈവദൂതയെ പോലെ. ഇതിനുള്ള മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ പോയ വീഡിയോസ് എല്ലാം നമ്മളെ ചാനലുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നമ്മൾ കുറേ വീഡിയോസ് ഉണ്ട്, എല്ലാം പോയിട്ട് കാണൂട്ടോ. വേറെ ഒരു ഡിസൈനർ വന്നപ്പോൾ ഒപ്പീനിയൻ അങ്ങോട്ട് മാറി മറിഞ്ഞു. സിംഗിൾ ലെയർ എന്ന് പറഞ്ഞത് ഡബിൾ ലെയർ ആയി, ത്രിബിൾ ലെയർ ആയി, അങ്ങനെ. ഈ സ്റ്റിച്ച് ചെയ്യണത് ബി ആണ് കേട്ടോ. ഞാൻ സ്റ്റിച്ചിങ്ങിനെ കാട്ടിയും ബാക്കി അല്ലറ ചില്ലറ ഡിസൈനിങ് ഇല്ലേ, ഈ കല്ലൊട്ടിക്ക അങ്ങനത്തെ പരിപാടീസിലാണ് എക്സ്പെർട്ട്. എന്റെ പാചകടി കേട്ടാ ഞാൻ ഭയങ്കരമായിട്ട് മല മറിക്കുന്നല്ല നിങ്ങൾക്ക് തോന്നും. അതല്ല എന്റെ ഒരു ഷോ അല്ലേ. ബിന്റെ വർക്ക് ബിയ കാര്യമായിട്ട് തന്നെ എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ വെഡിങ് വെയിൽ ക്രിയേറ്റ് ചെയ്യാനായപ്പോൾ ഈ ഒരു ഹെയർ ആക്സസറീസ് എല്ലാം ഓൾറെഡി പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളെ പണി ഈസിയായി. സോ നമ്മൾ ആദ്യത്തെ കടമ്പ കഴിഞ്ഞിട്ടുണ്ട്. മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കും. നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് ലേസ് ഫിറ്റ് ചെയ്ത് കൊടുക്കലാണ്. ലേസ് വെച്ചിട്ട് നെറ്റിന്റെ കരാണ് കേട്ടോ നമ്മൾ അടിക്കുന്നത്. ഞങ്ങൾ ഓവർ ഹെവി ആക്കാതെ സിമ്പിൾ ലുക്കിലുള്ള ഒരു വെഡ്ഡിങ് വെയിലാണ് മനസ്സിൽ വിചാരിക്കുന്നത്. എന്താവുന്ന ലാസ്റ്റ് വരെ കാണും. അങ്ങനെ ബിയന്റെ പണി ബിയ മനോഹരമായിട്ട് തന്നെ പൂർത്തീകരിച്ച് തന്നു. ഇനി ബാക്കി എന്റെ കൈകളിലാണ്. സോ ഇതുവരെ ചെയ്തതിന്റെ ഫൈനൽ ലുക്കാണിത്. ഗൈസ്, വീണ്ടും പറയാനുള്ളത്, എന്റെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് മൈ വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നമ്മൾ സെലിബ്രിറ്റി ഒന്നും അല്ലാത്തതുകൊണ്ട് ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യാനുമില്ല, ഒന്നിനുമില്ല. പാവങ്ങളും ജീവിച്ചു പോണ്ടേ. ഞാൻ എന്തിനാണെന്നറിയോ ഇതിങ്ങനെ ട്രയൽ ചെയ്ത് നോക്കണത്. ഇതിന്റെ വർക്ക് ഫിനിഷ് ആയിട്ടില്ല, ബട്ട് ഇതുവരെ ചെയ്തത് ഓക്കെ ആണോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാണ്. എങ്ങാനും ഫംഗ്ഷന്റെ ഇടയിൽ നിന്ന് നമ്മൾ ഒട്ടിച്ചതും സ്റ്റിച്ച് ചെയ്തതെല്ലാം പറഞ്ഞു വരാണെങ്കിൽ മാനം പോവില്ലേ. എങ്ങാനും കൊളാവാണെങ്കിൽ പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ല. ഓൾറെഡി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഫുള്ള് ട്രോളാണ്. പിന്നെ ഇതും കൂടി ആകുമ്പോൾ പറയേണ്ടി വരില്ല. നട്ടപ്പാതിരാക്കാണ് ഈ കലാപരിപാടികളെല്ലാം അരങ്ങേറുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റക്കന്നാണ് വീഡിയോ എടുക്കുന്നത്. അതിന്റെ കോലം കാണാനും ഉണ്ട്. പിന്നെ വെൽ ഡ്രസ്ഡും അല്ല. അപ്പം നിങ്ങൾ ക്ഷമിക്കുക. ഈ ഒരു വീഡിയോ മെയിൻലി പോസ്റ്റ് ചെയ്യാൻ കാരണം, നമ്മളൊരു ചെറിയ വർക്കാണെങ്കിൽ കൂടി ട്രൈ ചെയ്യാം. മേ ബി സക്സസ് ആവും. ചിലപ്പോൾ ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല. പക്ഷെ ശരിയാവില്ല എന്ന് പറഞ്ഞിരുന്നാൽ ആ ഇരിക്കലേ ഉണ്ടാവുള്ളൂ. നമുക്കും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുള്ള കോൺഫിഡൻസ് മാത്രം മതി മുന്നോട്ട് പോകാൻ. ഇപ്പോൾ ഞങ്ങളെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് വെഡ്ഡിങ് വെയിൽ ക്രിയേറ്റ് ചെയ്യണത്. ഇതിന്റെ മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, സിംഗിൾ ലെയർ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇങ്ങനെ ലെയറായിട്ട് വരുന്നത് ഫസ്റ്റ് ടൈമാണ്. ബട്ട് കൊളാവാണെങ്കിലും വരുന്നോടത്ത് വെച്ച് കാണാന്നുള്ള ആ ഒരു സ്പിരിറ്റിൽ ഇറങ്ങിയതാണ് ഞങ്ങൾ. നെക്സ്റ്റ് സ്റ്റെപ്പ്, ഈ ഫ്ലോറൽ ലേസ് കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഗമ്മ് വെച്ചിട്ടാണ് ഞാൻ ഈ ലേസ് ആ ഒരു ക്ലോത്തിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇതാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഗമ്മ്. എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ്. അങ്ങനെ അതും കഴിഞ്ഞു. ഞാൻ ജസ്റ്റ് ട്രയൽ ചെയ്ത് നോക്കുകയാണ് ഓക്കെ ആണോ എന്നുള്ളത്. വർക്ക് ചെയ്യാനുള്ള ടൈം ഉണ്ടെങ്കിൽ നമുക്കും ഈസിലി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. എപ്പോഴും പോയിട്ട് ഷോപ്പിൽ കൊണ്ടുപോയി കൊടുക്കണ്ടെന്നർത്ഥം. പിന്നെ ഞാൻ നോക്കിയപ്പോൾ നമ്മൾ ആദ്യം ആ കരക്കടിച്ചു കൊടുത്ത ലേസ് കുറേ ബാക്കിയുണ്ട്. അപ്പോൾ എൻ്റെ മൈൻഡിൽ ഒരു ഐഡിയ തോന്നി. അങ്ങനെ ഞാൻ ആ ലേസ് കഷ്ണാക്കിയിട്ട് സിംഗിൾ പീസസ് ആക്കി. ഗമ്മ് വെച്ചിട്ട് നെറ്റിൽ ഹെവി വർക്ക് അല്ലാത്ത ഏരിയ ഉണ്ടല്ലോ, ആ ഏരിയാസിലൊക്കെ ജസ്റ്റ് ഒട്ടിച്ചു കൊടുത്തു. ഇതിപ്പോൾ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത് നെറ്റിലാണ്. അത് വൈറ്റ് കളർ ആയതുകൊണ്ടാണ് അറിയാത്തത്. അങ്ങനെ 1 വെച്ചു, 2 വെച്ചു, 3 വെച്ചു, 4 വെച്ചു, അങ്ങനെ ഒട്ടിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ നേരത്തെ കാണിച്ച ഗമ്മുണ്ടല്ലോ, നല്ല ഗമ്മാണ്. നമ്മൾ ഇതേപോലെ എന്തെങ്കിലും ഡിസൈൻ ചെയ്യുമ്പോൾ ഈ സ്റ്റോൺ വർക്ക്, ഇങ്ങനെ മെറ്റീരിയൽ, ഇതിനൊക്കെ നല്ല ബെസ്റ്റ് ആയിട്ടാണ്. അത് നമ്മൾ നിയർ ബൈ ഉള്ള എല്ലാ ഷോപ്പിലും അവൈലബിളുമാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ലെയറിലും നമ്മൾ അത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഫിനിഷിംഗ് ലുക്കൊക്കെ വരുന്നുണ്ടല്ലേ. അങ്ങോട്ട് നോക്കൂ, അതാ ഇളങ്കാറ്റിൽ തേങ്ങാക്കുലല്ല വെഡ്ഡിങ് വെയിൽ ആടുന്നു. വർക്ക് ഫിനിഷ് ആയിട്ടില്ല, ഓൾമോസ്റ്റ് ഡൺ ആണ്. ബട്ട് നമ്മളിപ്പോൾ ഗമ്മിട്ട് ഒട്ടിച്ചതുകൊണ്ട് അത് നമ്മൾ കാറ്റ് കൊണ്ട് അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം. അല്ലെങ്കിൽ എല്ലാ ലെയറും കൂടി ഒരുമിച്ചായി പോകും. നോക്ക് മക്കളെ, നോക്ക്, സമയം നോക്ക്, രാത്രി 1 മണി. ഗായ്സ്, അപ്പൊ നമുക്ക് ഫൈനൽ ലുക്ക് കണ്ടാലോ? നിങ്ങൾക്ക് എൻ്റെ വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കൂട്ടോ. ഇനിയിപ്പോൾ ഇഷ്ടമായിട്ടില്ലെങ്കിലും നിങ്ങൾ പറഞ്ഞോളൂ. ഇന്ന് ഇത്രയേ ഉള്ളൂ. ലൈക്ക് മൈ വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.